ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് മണി ടോക്കിൽ നമ്മൾ ഒരു പുതിയ സംരംഭവുമായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. ഇന്നത്തെ സംരംഭം എന്ന് പറയുന്നത് നമുക്ക് വീട്ടിൽ നിന്ന് നമുക്ക് ചെയ്യാവുന്ന, അല്ലെങ്കിൽ പാർട്ട് ടൈമായിട്ട് ചെയ്യാവുന്ന, അതുമല്ലെങ്കിൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ജോലിയോടൊപ്പം തന്നെ നമുക്ക് ചെയ്യാവുന്ന ഒരു ബിസിനസ് സംരംഭത്തെക്കുറിച്ചാണ് ഇന്ന് നമ്മുടെ മണി ടോക്കിലൂടെ ഇന്ന് നമ്മൾ പറയുന്നത്. ഇന്ന് ധാരാളം ആളുകൾ സ്വന്തമായിട്ട് ഒരു വരുമാനം, നമ്മുടെ ജോലിയോടൊപ്പം ഒരു വരുമാനം നോക്കിയും, അല്ലെങ്കിൽ സ്വന്തമായി ഒരു വരുമാനം ചെയ്യാൻ ആഗ്രഹിക്കുന്നവരും, അല്ലെങ്കിൽ വീട്ടമ്മമാർ, അവർക്ക് വീട്ടു ജോലിയോടൊപ്പം തന്നെ ചെയ്യാൻ കഴിയുന്ന, അല്ലെങ്കിൽ അതോടൊപ്പം ഒരു അഡീഷണലായിട്ടൊരു വരുമാനം ആഗ്രഹിക്കുന്ന വീട്ടമ്മമാരൊക്കെ ഉണ്ട്. അങ്ങനെയുള്ളവർക്കൊക്കെ വേണ്ടിയിട്ടാണ് ഇന്നത്തെ ഈ വീഡിയോ. ഇന്ന് നമുക്കപ്പം നേരിട്ട് നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. നിങ്ങൾ മിക്ക ആളുകളും നമ്മുടെയൊക്കെ വീടുകളിൽ പാലൊക്കെ നമ്മൾ പുറത്തു പോയി വാങ്ങിക്കായിരിക്കും മിക്കവാറും എല്ലായിടത്തും ചെയ്യുന്നത്. ഗ്രാമപ്രദേശങ്ങൾ ഒഴിച്ച് ബാക്കി മിക്ക സ്ഥലങ്ങളിലും നമ്മൾ പാല് പുറത്തൊക്കെ പോയി വാങ്ങിക്കേണ്ടി വരും. അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ നമ്മൾ ഏതെങ്കിലും ഷോപ്പുകളിൽ പോയിട്ട് നമ്മൾ കളക്ട് ചെയ്യുന്നത് അല്ലേ? അതേപോലൊരു ബിസിനസ്സാണ് ഇന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത്. മറ്റൊന്നുമല്ല, നമ്മുടെ വീടിനോട് ചേർന്നോ, അല്ലെങ്കിൽ സ്വന്തമായിട്ട് കടമുറികളുണ്ടെങ്കിൽ അവിടെയോ, അല്ലെങ്കിൽ വാടകയ്ക്ക് എടുത്തതൊക്കെ ആണെങ്കിലും കുഴപ്പമില്ല, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാവുന്ന ഒരു ബിസിനസ്സാണ് നമ്മുടെ മിൽക്ക് ബൂത്തുകൾ. ഇന്ന് അത് കൂടുതൽ ഏരിയകളിൽ നിന്ന് വ്യാപിച്ച് വന്നിട്ടുണ്ട്, മിൽക്ക് ബൂത്തുകൾ. അപ്പം നിങ്ങൾ മിൽക്ക് ബൂത്തുകളൊക്കെ സ്ഥാപിക്കുകയാണെങ്കിൽ, നിങ്ങൾക്കിപ്പം നിലവിൽ ജോലി ചെയ്യുന്ന ആളുകളാണെങ്കിൽ കൂടി അവർക്ക് രാവിലെ ഈ മിൽക്ക് ബൂത്ത് ഓപ്പൺ ചെയ്ത് അവിടെ നിങ്ങൾക്ക് കച്ചവടം നടത്താം. അതുപോലെ തന്നെ ഈവനിങ് ടൈമിൽ ഈ 2 നേരമായിരിക്കും കൂടുതലായിട്ട് റഷ് ഉണ്ടാവുക, അല്ലെങ്കിൽ കൂടുതലായിട്ട് കച്ചവടങ്ങൾ നടക്കുന്ന ആ സമയമാണ്. അപ്പം നിങ്ങൾക്ക് കൂടുതൽ വരുമാനം ആ സമയത്ത് നിന്ന് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പം നിങ്ങൾക്ക് മറ്റുള്ള ജോലികളൊക്കെ നിങ്ങൾക്ക് ചെയ്യുകയും ചെയ്യാം, അതോടൊപ്പം ചെറിയൊരു ബിസിനസ് കൊണ്ട് നടക്കുകയും ചെയ്ത്. ഈ മിൽക്ക് ബൂത്ത് സ്ഥാപിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എപ്പോഴും നീറ്റ് ആൻഡ് ക്ലീൻ ആയിരിക്കണം നമ്മുടെ ഷോപ്പ്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു അന്തരീക്ഷം എപ്പോഴും നീറ്റ് ആൻഡ് ക്ലീൻ ആക്കി വെക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം പാലുൽപ്പന്നങ്ങളും ഒക്കെ പെട്ടെന്ന് തന്നെ കേടാകാൻ സാധ്യതയുള്ള ഫുഡ് ഐറ്റംസാണ്. അപ്പം നമ്മൾ അതനുസരിച്ച് നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് വെക്കുക. ഇതിനൊരു ചെറിയ ഇൻവെസ്റ്റ്മെൻറ്റ് നമുക്ക് ആവശ്യമുള്ളൂ. അതുപോലെ തന്നെ നമുക്ക് വീട്ടിലുള്ള ആർക്ക് വേണമെങ്കിലും ഇത് നടത്താവുന്നതാണ്. ഈ പാല്, തൈര്, അതുപോലുള്ള ഐറ്റമൊക്കെ നമ്മൾ വിൽക്കുന്നതിൻ്റെ കൂടെ തന്നെ നമുക്ക് മുട്ട വിൽക്കാം, ബ്രെഡുകൾ വിൽക്കാം, അല്ലെങ്കിൽ ബേക്കറി ഐറ്റംസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും നമ്മുടെ ആ ഷോപ്പിൽ തന്നെ ഉൾപ്പെടുത്തുകയാണെങ്കിൽ, അപ്പോൾ ഈ രാവിലെ പാൽ വാങ്ങിക്കാൻ വരുന്ന ആളുകൾക്ക് ഇത് വാങ്ങിക്കൊണ്ട് പോകാം. അതോടൊപ്പം തന്നെ ഇതും അവർക്ക് ആവശ്യമുണ്ടെങ്കിൽ അവർക്ക് സെയിൽ ചെയ്യുകയും ചെയ്യാം നമുക്ക്. അപ്പം ഇങ്ങനെയുള്ള സാധന സാമഗ്രികളോടെ കൂടി നമ്മൾ നമ്മുടെ ഈ ബിസിനസ്സിനോടൊപ്പം നമ്മൾ ഉൾപ്പെടുത്താനായിട്ട് ശ്രമിക്കുക. അപ്പം നമുക്ക് കൂടുതൽ വരുമാനം ഉണ്ടാവും. പിന്നെ വീട്ടമ്മമാർക്കൊക്കെ ചെയ്യാവുന്ന കാര്യമാണ്. വീട്ടമ്മമാർക്ക് വേണമെങ്കിൽ ഇത് ഫുൾ ടൈമായിട്ട് നിങ്ങൾക്ക് കൊണ്ടു നടക്കാം. അല്ലെങ്കിൽ ഇതൊരു ഫുൾ ടൈം ബിസിനസ്സായിട്ടാണ് നിങ്ങൾ കൊണ്ടു നടക്കാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ, നിങ്ങൾക്ക് ഈ മിൽക്ക് ബൂത്തിനോടൊപ്പം തന്നെ ഒരു ഐസ്ക്രീം പാർലർ നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാം. അതുപോലെ തന്നെ ഏതെങ്കിലും ഇപ്പം നമ്മുടെ മിൽമയുടെയൊക്കെ ഫ്രാഞ്ചൈസികളൊക്കെ കൊടുക്കുന്നുണ്ട്. മിൽമയുടെ കൊടുക്കുന്നുണ്ട്, മലനാട് ഡെവലപ്മെൻറ്റ് സൊസൈറ്റി, അങ്ങനെയുള്ള ക്ഷീരവികസന സംഘങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെയുള്ളവയുടെയൊക്കെ ഫ്രാഞ്ചൈസികൾ ഇന്ന് ലഭ്യമാണ്. അവയൊക്കെ നിങ്ങളൊരു ഫ്രാഞ്ചൈസി എടുത്തിട്ട് നടത്താൻ സാധിക്കുമെങ്കിൽ നിങ്ങൾക്കിത് ഫുൾ ടൈം ബിസിനസ്സായിട്ട് തന്നെ നിങ്ങൾക്ക് കൊണ്ടു നടക്കാം. നല്ലൊരു ബിസിനസ് മാർഗ്ഗമാണ്, നല്ല ഒരു വരുമാനം നിങ്ങൾക്ക് ലഭ്യമാകുകയും ചെയ്യും. എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം നീറ്റ് ആൻഡ് ക്ലീൻ ആയിരിക്കണം. ഈ പാലുൽപ്പന്നങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്ന മേഖല എന്ന് പറയുന്നത് എപ്പോഴും നീറ്റ് ആൻഡ് ക്ലീൻ ആയിരിക്കണം. അപ്പോൾ നിങ്ങൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ചെറിയൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ആവശ്യമേ വരുന്നുള്ളൂ. നിങ്ങൾ അങ്ങനെ തുടങ്ങാൻ ആഗ്രഹിക്കുന്ന ആളുകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ അടുത്തുള്ള ഡയറി ഫാമുമായിട്ട് സന്ദർശിക്കുക, അവരുടെ ഫ്രാഞ്ചൈസികളെടുക്കാം. അപ്പം അവിടെ നിന്ന് തന്നെ നിങ്ങൾക്ക് ഡിസ്കൗണ്ട് റേറ്റിൽ നിങ്ങൾക്ക് ഈ ഉൽപ്പന്നങ്ങളൊക്കെ നിങ്ങൾക്ക് ലഭിക്കും. അപ്പോൾ അതുവഴി തന്നെ നിങ്ങൾക്ക് നല്ലൊരു മാർജിൻ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പം നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം.